പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 56-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഈ പുണ്യദിനത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു ധ്യാന വിചിന്തനത്തിലൂടെ, സാക്ഷ്യവിചാരത്തിലൂടെ, വചന വിചാരത്തിലൂടെ നമുക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളും ദാനങ്ങളും ഒക്കെ കൂടുതൽ സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏശയ്യ 40-ാം അധ്യായം 30 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് ഒരുപാട് മക്കൾക്കുള്ള, ഏറെ പ്രത്യേകമായിട്ട് യുവാക്കൾക്കുള്ള ഒരു പ്രശ്നമാണ്. പല ജീവിത സാഹചര്യങ്ങളിലൊക്കെ മുന്നേറുമ്പോൾ ചില തകർച്ചകൾ, പതർച്ചകൾ, അതുമല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ ഒരു ആത്മാവിൻ്റെ തളർച്ച, അതുമല്ലെങ്കിൽ മുന്നോട്ട് ഇനി ഒരു യാത്ര സാധ്യമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മക്കൾക്ക് കരുത്തു പകരുന്ന ഒരു വചനമാണ്. വചനം ഇപ്രകാരമാണ്: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഒരു വ്യക്തിയുടെ പ്രായമല്ല മുന്നോട്ടുള്ള കുതിപ്പിന് ഉള്ള ബലം നൽകുന്നത് എന്ന് വ്യക്തമായി വെളിവാക്കുന്നതാണ് ഈ യേശയ്യ തിരുവചനം. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് കഴുകനെ പോലെ ചിറകടിച്ചുയരുന്നത്. അവർ ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, നടന്നാൽ അവർ തളരുകയില്ല. കാരണം അവർ പിടിച്ചിരിക്കുന്ന കലം വളരെ കരുത്തുറ്റ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലാണ്. ഈ ഒരു ആശ്രയത്വ ബോധം ഈ ഒരു പെന്തക്കോസ്താ തിരുനാളിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വചനചിന്തയാണ്. അതായത് ഒന്നിലും നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്, തളർന്നു പോകരുത്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവന് എന്നും വിജയം കിട്ടും. അതായത് സമ്പൂർണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് വിജയം ഉറപ്പാണ്. വീണ്ടും ഈ ഒരു തിരുവചന ഭാഗത്തോട് ഏറ്റവും യോജിച്ചു പോകുന്ന മറ്റൊരു സങ്കീർത്തന വചനമുണ്ട്. വചനം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതെ, ദൈവത്തെ ഭയപ്പെടുന്നവന്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അതിന് സങ്കീർത്തനങ്ങൾ പറയുന്നത്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ തേടുന്നവർക്ക്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊരു കുറവും ഉണ്ടായിരിക്കത്തില്ല. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ ഒരു 2 തിരുവചനങ്ങളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച 2 കാര്യങ്ങൾ ഇപ്രകാരമാണ്: ജീവിതത്തിൽ നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നേറുമ്പോൾ ഒരുപാട് തളർച്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും വീണു പോവുകയില്ല. അവന് ദൈവം തന്നെയാണ് ഒരു ഉത്തരം നൽകുന്നത്. അതാണ് ഈ ഒരു പെന്തക്കോസ്താ ദിനത്തിൽ നിങ്ങൾ സ്വന്തമാക്കേണ്ട ആദ്യത്തെ ഒരു കഴിവ് എന്നുള്ളത്. അതായത് മടുപ്പ് കൂടാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള വലിയൊരു കൃപ, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം ഈ ഒരു പെന്തക്കോസ്താ ദിനം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു തിരുവചനം ലൂക്ക 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു തിരുവചന ഭാഗം നിങ്ങളോട് പറയാൻ കാരണം, ഇങ്ങനെ മടുപ്പ് കൂടാതെ ഈശോയോട് പ്രാർത്ഥിക്കുവാൻ
കൃപകൾ ചോദിക്കുവാൻ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ലൂക്കാ സുവിശേഷം വ്യക്തമായിട്ട് അത് പറഞ്ഞു വെക്കുകയാണ്. പ്രകാരമാണ് പറയുന്നത്: നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ദിനം. ഏറെ പ്രത്യേകമായിട്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വചനം പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. അതായത് സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വിഷയം തന്നെ ഈശോ അഡ്രസ്സ് ചെയ്ത് നമുക്ക് അലോട്ട് ചെയ്ത് തരാൻ റെഡിയാണ്. ഒന്ന് മാത്രം, നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. അതാണ് മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ആദ്യം ദൈവരാജ്യ വികസനത്തെ പറ്റിയും ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിങ്ങൾ ചോദിച്ച് വാങ്ങിച്ചാൽ ബാക്കി ഭൗതിക വിഷയങ്ങളെല്ലാം തന്നെ ഈ കൃപ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ളതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് നൽകപ്പെടും. അത് വലിയൊരു ദൈവിക രഹസ്യമാണ്. പലരും നമ്മുടെ ജീവിതത്തിലൊക്കെ പലരും അറിവില്ലായ്മ കൊണ്ട് ആണ് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഈശോയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ലൂക്കാ സുവിശേഷകൻ വ്യക്തമായിട്ട് പറയുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർ എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. അതെ, ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ, അതായത് ഈശോയുടെ ആ വലിയ പീഡാസഹനത്തിലൂടെ കൈവന്ന, മഹത്വീകരണത്തിലൂടെ കൈവന്ന ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വലിയ കൃപകൾ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണമെന്ന് ഈശോ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ ചോദിക്കണം. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു കൃപ ചോദിക്കാനുള്ള നമ്മുടെ ആധ്യാത്മിക നടപടി എന്തായിരിക്കണം എന്നുകൂടി വ്യക്തമായിട്ട് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വചനം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദാഹിക്കണം ആദ്യമേ തന്നെ. അതായത് പരിശുദ്ധാത്മ അഭിഷേകം നിറയപ്പെടാനുള്ള ആദ്യ ഒരു ഹ്യൂമൻ ഡിസ്പൊസിഷൻ, നമുക്ക് വേണ്ട ഒരു മാനസിക നില എന്നുള്ളത് ആ ഒരു വലിയ ദാഹമാണ്, ഒരു അഭിവാജ്ഞ. ഈശോയെ സ്വന്തമാക്കണം, ഈശോയെ നിൻ്റെ കൃപകളാൽ എനിക്ക് നിറഞ്ഞ് ജ്വലിക്കണം, ഈ ലോകത്തിൽ നിൻ്റെ സാക്ഷ്യമായി ജീവിക്കുവാൻ, ഈശോയെ നിൻ്റെ സാക്ഷിയായി നിന്നെ ലോകത്തിന് കൈമാറുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം വേണം എന്ന് ഒരു വ്യക്തി ദാഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഓരോ മണ്ണിലും സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. അമ്മ എവിടെ എല്ലാം പ്രത്യക്ഷപ്പെട്ടോ അവിടെയെല്ലാം ഈ പുത്രൻ്റെ കൃപ ഒഴുകുന്ന വലിയ നീർച്ചാലുകളുണ്ട്. അതിൻ്റെ ഏറ്റവും അടുത്ത അടയാളം നൽകുന്ന വലിയൊരു സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പറയുകയുണ്ടായി. ചങ്ങനാശ്ശേരി എന്നുള്ള ജിമ്മി എന്നൊരു മകൻ. എൻ്റെ പേര് ജിമ്മി വർഗീസ് ജോസ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള പച്ച ചേക്കിടിക്കാട് ലൂർദ് മാതാ പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ മകൻ സാക്ഷ്യം പറയുന്ന പ്രകാരമാണ്. ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അതുപോലെ കൃപ നഷ്ടപ്പെട്ടപ്പോൾ ആത്മാവിലൊരു വലിയ ഭയവും ടെൻഷനൊക്കെ വന്നു. അങ്ങനെ ഞാൻ
ഭാര്യയും ചേച്ചിയും നിർബന്ധിച്ചിട്ട് മരിയൻ ഉടമ്പടി ഓൺലൈനിലെടുത്തു. ഉടനടിയാണ് ആ മകന് വലിയ ദൈവാനുഭവം കിട്ടിയത്. അത് ഒരു ഭൗതിക നേട്ടമൊന്നുമല്ല മകൻ പറയുന്നത്. മകൻ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉറക്കം വരുമായിരുന്നു. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒട്ടും താല്പര്യം തോന്നാറില്ലായിരുന്നു. പക്ഷേ അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കാൻ അതിയായ ആഗ്രഹം എന്നിലുണ്ടായി. ഓൺലൈനായി ഉടമ്പടി എടുത്ത് 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർന്നു. ഈശോ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി ബലിയായ അവിടുത്തെ പീഡാനുഭവ കുരിശുമരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ദിവ്യബലിയിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ആഴമറിഞ്ഞ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു അഭിഷേകമാണ്. അപ്പോൾ ഈ മകൻ അതും കിട്ടി. രണ്ടാമതായിട്ട് വചനം വായിക്കാനുള്ള അഭിഷേകം കിട്ടി. പിന്നെ തുടർച്ചയായിട്ട് മറ്റു പല കാര്യങ്ങളും മകൻ പറയുന്നുണ്ട്. 10 വർഷമായിട്ടുള്ള മദ്യപാനം പിന്നെ ആ മകൻ്റെ വലിയൊരു ജീവിത ദുരിതക്കയത്തിൽ വൈഫും ഹസ്ബൻഡും ഒക്കെ ഇവർ 2 പേരും ഓസ്ട്രേലിയയിൽ സെറ്റിലാവുമ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മകന് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നു. അപൂർവമായിട്ടൊരു അസുഖമാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷനിൽ ആ മകൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വരുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ 2 കണ്ണിലും സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്ന വഴി പൂർണ്ണ സൗഖ്യം, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ മകന് കിട്ടി. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഈ മകൻ അവസാനം പറഞ്ഞു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്രകാരമാണ്. മരിയൻ ഉടമ്പടി എന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല. ഈ മകൻ സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രശ്നങ്ങളല്ല, പല പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വരമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും പല പ്രശ്നങ്ങളും, പക്ഷേ ഒരു പ്രശ്നങ്ങളും എന്നെ ടച്ച് ചെയ്യുന്നില്ല. 2 ഇവൻ പറയുന്നത് പ്രകാരമാണ്. അച്ഛൻ എപ്പോഴും പറയാനുള്ള വാക്യം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്നുള്ളത്. അതായത് പാമ്പുകളും തേളുകളും സർപ്പങ്ങളും നമ്മളെ വിഴുങ്ങാൻ നോക്കി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ മരിയൻ ഉടമ്പടി വഴി അധികാരം ഞാൻ പ്രാപിച്ചപ്പോൾ വലിയ അഭിഷേകം സ്വന്തമാക്കി. അവസാനം മകൻ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും നിത്യതയിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന വലിയൊരു മാർഗമാണ്. അത് ദൈവം തന്ന ഒരു വലിയ മാർഗമാണ് മരിയൻ ഉടമ്പടി. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ മകൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു മകൻ്റെയാണ്. പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ മകൻ പറയുന്നുണ്ട്. 10 വർഷമായിട്ടുള്ള മദ്യപാനം ഞാൻ ഇന്നേ വരെ ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചപ്പോൾ ആ മകന് ദൈവം കൊടുത്ത വലിയൊരു കൃപയാണ്. അതായത് പ്രശ്നങ്ങളുടെ നടുവിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഭയമില്ലാതെ ഈശോയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു അഭിഷേകം. അതായത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തോട് തൻ്റെ വലിയ ദൈവിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സാക്ഷിപീഠത്തിൽ ഉയർത്തപ്പെട്ട ഒരു മകൻ്റെ ദൈവാനുഭവം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഇന്ന് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ധ്യാനിക്കാം. അതെ, ആത്മാവിൻ്റെ വലിയ കൃപകൾ വന്ന് നിറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചപ്പോൾ സ്വർഗം അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു ഉത്തരമുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കും. ആ ഒരു ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ലഭിക്കേണ്ടത്. ഉത്തരമില്ലാത്ത ഓരോരോ വിഷയങ്ങളുടെ മുമ്പിലും പതറി നിൽക്കുമ്പോൾ ഇന്നത്തെ തിരുവചനത്തിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടെത്തിയതുപോലെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. യുവാക്കൾ പോലും തളർന്നു വീണേക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു കുറവും ഉണ്ടാവില്ല. അതെ, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ആ വലിയൊരു കൃപ സ്വന്തമാക്കുവാൻ പ്രത്യേകമായിട്ട് ഇന്ന് ഈ പെന്തക്കോസ്താ തിരുനാൾ ദിനം ഈശോയെ നിനക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ, നിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൻ്റെ മുഴുവൻ കൃപകളും പരിശുദ്ധമ്മയിൽ
നിറഞ്ഞു തുളുമ്പിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ വലിയ ശുശ്രൂഷ വഴി നൽകപ്പെടുവാനും അതുവഴി ഞങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുവാനും പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രശ്നങ്ങളായിരിക്കുന്ന മക്കൾക്കും ഈശോയെ ഈ സമയം വിടുതലും വലിയ ദൈവാനുഭവങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.